നമസ്തേ. കുമളിയിലെ ബസ് കണ്ടക്ടർ ആയിട്ടുള്ള രഞ്ജീഷിന്റെ മരണം അത് ഏറെ ചർച്ചയാകുന്ന ഒരു സമയമാണ് അല്ലെ. രഞ്ജീഷിന്റെ മരണം ചർച്ചയാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. രഞ്ജീഷിന്റെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കാണുന്നത് രഞ്ജീഷ് ആ കണ്ടക്ടറുടെ ബാഗ് പിടിച്ചിട്ട് ബസ്സിലേക്ക് കയറുന്ന ആ ഒരു കയറ്റമാണ്. അതിന് അടിക്കുറിപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇത്തരത്തിൽ രഞ്ജീഷിന്റെ പടങ്ങളും ഒക്കെ വന്നു. പിന്നീട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ളതാണെന്ന് കരുതി പിന്നീട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സംഭവം അത് തന്നെയാണ്. ആദരാഞ്ജലികൾ എന്നുള്ള ഒരു എഴുത്തുകൂടിയായിട്ടാണ് രഞ്ജീഷിന്റെ പടവും വീഡിയോയും ഒക്കെ വരുന്നത്. സാധാരണ ഒരു മരണമാകും എന്നൊക്കെയാണ് കരുതിയത് ഈ പോസ്റ്റ് കാണുമ്പോൾ. എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടോ ഉള്ള ഒരു മരണമായിരിക്കും എന്നുള്ളതാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഈ പോസ്റ്റുകൾ വരുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം നെഞ്ചുലച്ചു കളയുന്ന ഒന്നായിരുന്നു. അതായത് രഞ്ജീഷിന്റെ മരണത്തിന് ശേഷം രഞ്ജീഷിന്റെ ഭാര്യയുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ അതിനുശേഷം രഞ്ജീഷിന്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോലും ആ സ്ത്രീ തയ്യാറായില്ല എന്നുള്ള വാർത്ത. അതിന്റെ വീഡിയോയും ഒക്കെ വരുന്നുണ്ട്. ആ കുട്ടിയെ ഒടുവിൽ വീട്ടുകാർ ഇടപെട്ട് കോടതി ഇടപെട്ട് രഞ്ജീഷിന്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ആ കുട്ടി വന്ന് നിൽക്കുന്ന വീഡിയോയൊക്കെ ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സത്യത്തിൽ ചങ്ക് പിടയുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നിരന്തരം സ്ത്രീപക്ഷവാദികൾ എന്നൊക്കെ പറയുന്ന ഇടത്ത് സ്ത്രീകളാൽ ഇത്രയേറെ ക്രൂരമായിട്ട് ജീവൻ അപഹരിച്ചെടുക്കുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. പുരുഷന്മാരുടെ ജീവൻ അപഹരിക്കുന്ന സംഭവങ്ങൾ കൂടിയുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് ഇത് വീണ്ടും അടിവരയിട്ട് പറയുന്നുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനൊക്കെ താഴെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. രഞ്ജീഷിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയി നോക്കണം. രഞ്ജീഷ് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നു. എത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്ന് കൂടി ആലോചിക്കണം. അപ്പോ പണം മാറ്റർ അല്ലേ എന്നൊക്കെ ചോദ്യം വരാം. പക്ഷേ രണ്ടുപേർ തമ്മിലുള്ള ഒരു ഒന്നിച്ചു ചേരൽ ഉണ്ടായതിനു ശേഷം രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ അതിൽ പരസ്പര വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പലരും ഇപ്പോ അങ്ങനെ മാറി നിൽക്കുകയും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കൊക്കെ പോകുകയും ചെയ്യുന്ന കഥകളും അതിനെ തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങളും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ അങ്ങനെ ഇല്ലാത്തവരുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. ആ വിശ്വാസം ലംഘിക്കാൻ അവർ തയ്യാറാകില്ല. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത്. ഇവിടെ രഞ്ജീഷ് വളരെ സത്യസന്ധനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. രഞ്ജീഷ് ഈ യുവതിയെ വിദേശത്തേക്ക് അയക്കാൻ സമ്മതിക്കുന്നു, വിദേശത്തേക്ക് പോകുന്നു. വിദേശത്തേക്ക് പോയ യുവതി പിന്നീട് അവിടെ മറ്റൊരാളുമായിട്ട് ജീവിതം ആരംഭിക്കുകയാണ്. നിയമപരമായിട്ട് ഇവർ വിവാഹബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. പോയ യുവതി പിന്നീട് വരുന്നില്ല. അപ്പോ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞ് കയ്യിലുണ്ട്. ആ കുഞ്ഞിനെ രഞ്ജീഷിനെയും കുടുംബത്തിനെയും ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇവർ തിരിച്ചു വന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തിരിച്ചു വന്നത് എന്തിനായിരുന്നു? ഈ കുഞ്ഞിനെ രഞ്ജീഷിൽ നിന്ന് അടർത്തി എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കുഞ്ഞിനെ, അതായത് ഈ സ്ത്രീ ഇല്ലാതെ ഇത്രയും വർഷം 8 വർഷം ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ രഞ്ജീഷിൽ നിന്ന് ഈ കുഞ്ഞിനെ കൂടി അടർത്തി മാറ്റുന്നു. ഇതിനിടയിലേക്ക് രഞ്ജീഷിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന രഞ്ജീഷിന്റെ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ, ഭാര്യ ആയിരുന്ന സ്ത്രീയുടെ കാമുകന്റെ ഫോണിൽ നിന്നോ അത് അവരുടെ ഫോണിൽ നിന്നാണെന്ന് തോന്നുന്നു, വൺ ടൈം റീഡ് മെസ്സേജ് വരുന്നുണ്ട്. അതിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഫോട്ടോസ് കൂടി കണ്ടതോടുകൂടി രഞ്ജീഷിന്റെ എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. താൻ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടു, ഇതെല്ലാം താൻ കാണണമല്ലോ. അത് കണ്ടതിന് ശേഷം അത്തരത്തിലൊരു മാനസികാഘാതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ദൃശ്യങ്ങളായിരിക്കും അത് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിന് സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വോയിസ് ആണോ എന്നുള്ളതൊന്നും അറിയില്ല. ആഹ് ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. അപ്പൊ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മനസ്സിന്റെ ദുഃഖം താങ്ങാനാകാതെ രഞ്ജീഷ് സൂസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിൽ ഇരിക്കെയാണ് മരണം എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ സ്ത്രീപക്ഷമായിട്ടാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോഴും ഈ ഒരു കാര്യം വരുമ്പോഴും പലപ്പോഴും സ്ത്രീപക്ഷമായിട്ട് തന്നെ സംസാരിക്കുന്നത് കാണാറുണ്ട്. ഇതിന് താഴെ വരുന്ന ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എന്തിനാണ് ഒരാണായിരിക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവള് പോയെങ്കിൽ പോയി, കുഞ്ഞിനെ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപോയി, അവന് ജീവിച്ചുകൂടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉയരുന്നുണ്ട്. ഈ സമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. കാരണം ഈ സമൂഹത്തിന്റെ മനസാക്ഷിയൊക്കെ എങ്ങോട്ടോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് തോന്നുന്നത്. ഒരാണായതുകൊണ്ട് കരയാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വളർത്തുന്ന മിഥ്യാധാരണകളിലൂടെ വളർത്തുന്നതാണ്. പല മിഥ്യാധാരണകൾക്കും ധാരണകളും ഈ പറയുന്ന പുരുഷന്മാരിലേക്ക് കൊച്ചു നാൾ മുതലേ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന ഒരു സമൂഹമാണ്. ആണായാൽ അങ്ങനെ ചെയ്യാം, പെണ്ണായാൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. തെറ്റ് ആണ് ചെയ്താലും തെറ്റ് തന്നെയാണ്, സ്ത്രീ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ. പലപ്പോഴും ഈ ഒരു വിഷയം സംഭവിച്ചത് ഒരു സ്ത്രീക്കായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെല്ലാം പുകിലിവിടെ ഉണ്ടാകും, എത്ര തരത്തിൽ വാർത്തകൾ വരും, എത്ര വ്യാഖ്യാനങ്ങൾ വരും എന്ന് ആലോചിച്ചു നോക്കണം. ഇവിടെ ഇല്ലാതെ ആയിപ്പോയത് രഞ്ജീഷാണ്, ഒരാണാണ്, 38 വയസ്സുള്ള ഒരു യുവാവാണ്. അവന്റെ ജീവിതം അവൻ ആ കുഞ്ഞിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചതിന് ശേഷം ആ കുഞ്ഞിനെ പറിച്ചെടുത്തോണ്ട് പോകുമ്പോ രഞ്ജീഷിന്റെ ഹൃദയം അടർത്തിയെടുത്തോണ്ട് പോകുന്നത് പോലെയാണ്. ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു ട്രോമ അത് മാറുമോ? ഇതിന് താഴെ വന്ന മറ്റൊരു പോസ്റ്റ്, സ്വന്തം അച്ഛൻ പോലെ ആകില്ല രണ്ടാം അച്ഛൻ എന്നുള്ളതാണ്. അപ്പോ ഇതിനെല്ലാം ഒരു നീതീകരണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനൊക്കെ എന്ത് ന്യായം പറഞ്ഞാലും ഒന്ന് ആലോചിച്ചു നോക്കണം. 8 വർഷത്തോളം ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതിരുന്ന ആ സ്ത്രീ വന്നത് അവനെ അടർത്തിയെടുത്തു കൊണ്ടുപോകാനാണ്. അടർത്തിയെടുത്തു കൊണ്ടുപോയി ഈ പറയുന്ന യുവാവിന്റെ മരണാനന്തര കർമ്മം ചെയ്യാൻ പോലും വിട്ടുകൊടുക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം വേദന ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനിടയിൽ മറ്റൊരു പോസ്റ്റ് കണ്ടു കേട്ടോ. ഈ അയച്ച മെസ്സേജ് എന്തായിരുന്നു എന്നുള്ളത് പുറത്തു വരണം. ശരിയാണ്, അത് പുറത്തു വരേണ്ടത് തന്നെയാണ്. ആ ഹൃദയം നുറുങ്ങിപ്പോയ ആ മെസ്സേജുകൾ എന്താണ് എന്നുള്ളത്. പക്ഷേ അതിൽ ആ ഒരു പോസ്റ്റിൽ കാണുന്നത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ആരെയും കുറ്റക്കാരായി കാണാൻ പറ്റില്ല. നമ്മൾ ആരെയും കുറ്റക്കാരായിട്ടൊന്നും കാണുന്നില്ല, ആരെയും കുറ്റക്കാരായിട്ട് കാണുന്നില്ല. പക്ഷേ ഗാർഹിക പീഡനമായിക്കോട്ടെ, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സ്ത്രീകളുടെ വിഷയം മാത്രമാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിലുള്ള നിയമ സുരക്ഷ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്ന ചില പുരുഷന്മാർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള, ഒരിക്കലും എണീറ്റ് വരാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിൽ അങ്ങ് മടുത്ത അറ്റം വരെ പോവുകയും, നമ്മൾ പറയില്ലേ മരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആക്കി കളഞ്ഞ ചില സാഹചര്യങ്ങളുള്ള പുരുഷന്മാരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അവര് പലപ്പോഴും വേദനയോ അമർത്തിക്കൊണ്ട് നമുക്കിടയിൽ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കാറുണ്ടാകും. നമ്മൾ അത് തിരിച്ചറിയുന്നുണ്ടാകില്ല. മാത്രമല്ല ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ പല സൂചനകൾ, അല്ലെ, ഗാർഹിക പീഡനമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ എത്ര എളുപ്പമാണ് ചിലരുടെയൊക്കെ കേസുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനഃപൂർവ്വം എഴുതി പിടിപ്പിക്കുന്നത് പോലുള്ള ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സത്യത്തിൽ ആ പുരുഷൻ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമങ്ങൾ പോലെ തന്നെയല്ല പുരുഷന്മാരുടെ സുരക്ഷയും അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ മാനാഭിമാനങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളല്ലേ. അല്ലാതെ ഒരു സ്ത്രീ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ചേതൻ എന്ന് പറയുന്ന യുവാവിനെ എന്തിനാണ് ഇല്ലാതെയാക്കാൻ, അവന് മുടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ
കല്യാണം നിശ്ചയിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനും കാമുകിയും ചേർന്ന് ആ യുവാവിനെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അവിടെ ആർക്കാണ് നീതി കിട്ടേണ്ടത്? ആ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അവൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പുരുഷന്മാരായതുകൊണ്ട് എന്ത് അമ്പ് വന്നാലും നെഞ്ചും വിരിച്ച് നിൽക്കണം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതും ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റേതായിട്ടുള്ള സകല സ്വഭാവ സവിശേഷതകളും അവനുണ്ടാവും. പുരുഷനായതുകൊണ്ട് ഇതൊന്നും ഇല്ലാതിരിക്കുന്നില്ല. അവർക്കും വിഷമമുണ്ട്, അവർക്ക് കരയാൻ തോന്നും, അവർക്കും ഫീലിങ്സ് ഉണ്ട്. നമ്മുടെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ആ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, വർക്ക് ലോഡ്, കുടുംബത്തിലെ പ്രശ്നം, കുടുംബത്തിലെ ജോലി, ജോലിക്ക് പോകേണ്ട കാര്യം, ഇതെല്ലാം പറയും. മെനോപോസിനെ പറ്റി പറയും, പെരിമെനോപോസിനെ പറ്റി പറയും. സ്ത്രീയുടെ സകല അവസ്ഥകളെയും കുറിച്ച് ഇപ്പോൾ വളരെ ബോധവൽക്കരണം ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്റെ പങ്കാളിയെ യാതൊരു കരുണയുമില്ലാതെ നോക്കുന്ന സ്ത്രീകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത്? രഞ്ജിഷിന്റെ മരണത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം തരാനായിട്ട് ഈ സ്ത്രീക്ക് പറ്റുന്നുണ്ടോ? അറിയില്ല. അവരുടെ മനസ്സിൽ എന്തായിരുന്നു, എന്താണ് അവർക്ക് പറ്റിയത് എന്നുള്ളത് അവരും വന്ന് പറയേണ്ടതാണ്. സത്യം പറഞ്ഞ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ പറയും എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തലുമാണ്. പക്ഷെ രഞ്ജീഷിന് വേണ്ടിയിട്ട് ഒരു നാട് ഒന്നാകെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലുമൊക്കെ വാസ്തവം കാണില്ലേ എന്ന് ചിന്തിച്ചു പോയാൽ നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ പറ്റും? ആ കുഞ്ഞു മനസ്സുണ്ടല്ലോ, പിടഞ്ഞ അമ്മയുടെ അടുത്തേക്ക്, അച്ഛന്റെ അടുത്ത് നിന്ന് അവനെ പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോ അവനുണ്ടായിട്ടുള്ള വേദന, അതെങ്ങനെ മറികടക്കാൻ കഴിയും അവർക്ക്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയായിക്കോട്ടെ, എല്ലാം നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ ഇതിന്റെ ഒന്നും പേരിൽ ഒരു ഒരു പുരുഷനും അപമാനിക്കപ്പെടാനോ അവന്റെ ജീവൻ നഷ്ടപ്പെടാനോ പാടില്ല എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംഗീത കലാകാരൻ ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് കടന്നുപോയ, ജീവൻ അവസാനിപ്പിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ പറയും, അയ്യോ അവന് നമ്മളോടൊന്ന് പറയാമായിരുന്നില്ലേ, അവനെ ഒന്ന് ചേർത്ത് പിടിച്ചേനെ എന്നൊക്കെ. ഈ പറയുന്ന വാക്കുകളിൽ ഒന്നും ഒരു കാര്യവുമില്ല. ഈ 8 വർഷം ഈ അപമാനവും സഹിച്ച് ഒരുപാട് പേരുടെ ചോദ്യങ്ങളും, ഉറപ്പാണ് ഒരുപാട് പേരുടെ ചോദ്യങ്ങളും മുനവെച്ച സംസാരങ്ങളും എല്ലാം രഞ്ജീഷ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് മലയാളി സമൂഹമാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഒരുപക്ഷെ മലയാളികളെ കഴിഞ്ഞേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്രയും നാൾ അവൻ നെഞ്ചേറ്റിയ വേദനയിൽ നിന്നൊക്കെയും അവനൊരു ആശ്രയമായിരുന്നത് തന്റെ മകനായിരുന്നു. ആ മകനെ കൂടി പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ഒരു വിഷയം ഉണ്ടാകുന്നത് വരെ ഒരുപക്ഷെ നമ്മൾ രഞ്ജീഷിനെ ഓർമ്മിപ്പിക്കും. കുറച്ചു കഴിയുമ്പോൾ രഞ്ജീഷിനെ എല്ലാവരും സ്വാഭാവികമായിട്ടും മറക്കും. പിന്നീട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, അന്ന് രഞ്ജീഷിന് സംഭവിച്ചത് തന്നെ ഇന്ന് സംഭവിച്ചോ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാൻ കഴിയൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.